നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇത് ഞാനേ ഒരു പേരക്കൻ്റെ തൈ നട്ടിരുന്നു. മണ്ണിലാണ് നട്ടത്, മുറ്റത്തിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അതൊരു രക്ഷയില്ല, ഒരു വളർച്ചയില്ല. അത് തായ് പിങ്ക് എന്ന ഇനം പേരക്കയാണ്. അത് കൊണ്ടുവന്നപ്പോൾ അതിൽ പൂവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 8 മാസം കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല, ഒരു നാമ്പ് പോലും അത് പിടിക്കണോ വളരണോ, വളർച്ച മന്ദഗതി ഒന്നുമില്ല. അവ നട്ട അതേപോലെ നിൽക്കുക. മാത്രമല്ല അതിങ്ങനെ മൊത്തം ഇങ്ങനെ തളർന്നിരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാനെന്താക്കി, ഞാനതൊന്ന് അവിടുന്ന് മാന്തി എടുക്കുമ്പോഴാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കണ്ടോ, ആ മണ്ണ് കണ്ടോ, ആ നഴ്സറിത്തെ മണ്ണാണ്, ചുവന്ന മണ്ണ്. അത് പാശ പോലെ പിടിച്ചിരിക്കുന്ന മണ്ണാണ്. ഒരു രക്ഷയില്ല, അതിലൊരു വേര് ഓടൂല. ഉണ്ടല്ലേ, അത് നമ്മളെ മണ്ണുമായിട്ട് അത് ടച്ച് ആവുന്നില്ല. 8 മാസം കഴിഞ്ഞതാണ്. കണ്ടോ, ഒരു 1/2 ഇഞ്ച് പോലും വേര് അതിൽ പടർന്നിട്ടില്ല, അതേപോലെ കിടക്കുക. വളത്തിൻ്റെ പ്രശ്നമല്ല. ഞാൻ വേപ്പ് മണ്ണാക്ക് ചാണകം, എല്ലുപൊടി ഒക്കെ ഇട്ട് നട്ടതാണ്. പിന്നെ pHൻ്റെ പ്രശ്നമല്ല, ഒന്നുമല്ല. കണ്ടോ, പശ മണ്ണ്. അപ്പോൾ ഞാൻ രണ്ടാമതൊരു പോട്ടിങ് ഉണ്ടാക്കി, മിശ്രിതം ഉണ്ടാക്കി. അതിൽ മണ്ണിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക് ഒക്കെ ഇട്ടിട്ട്, വെണ്ണീരൊക്കെ ഇട്ടിട്ട് ഒരു മിക്സിങ് ഇതേപോലെ ചെയ്തു. മണലിലായിരുന്നു, അപ്പോൾ എംസാൻഡാണ് കൊടുത്തത്. അപ്പോൾ അതിനൊന്ന് വെണ്ണീരിട്ടു. അപ്പോൾ അതിൽ ഡ്രമ്മിൽ നടാന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഞാൻ എത്തി. സത്യത്തിൽ 320 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു തൈയാണ്. വളർച്ച വളരെ മന്ദഗതി, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് ഒരു വേറെ എന്തൊക്കെ ഒരു ഡാർക്ക് മൂഡിലേക്ക് വന്നു. അതിൻ്റെ ഇലയൊക്കെ സാധാ പച്ചപ്പൊക്കെ പോയിട്ട് വളർച്ചല്ല, വേര് എങ്ങോട്ടും പാസ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. മണ്ണിൻ്റെ പ്രശ്നമാണ്, നഴ്സറി മണ്ണിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. തിരിച്ചും മറിച്ചൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വളർച്ചയില്ലാത്ത തൈകളുണ്ടെങ്കിൽ ഏത് തൈയായാലും നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വളർച്ചയില്ല, അതേപോലെ കിടക്കുകയാണ്, പിന്നെ അതിലും എന്താ ഒരു നശിച്ച പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇതേപോലെ ഒന്ന് മാന്തി നോക്കുക. മണ്ണിൽ നട്ടവരാണെങ്കിലും ഡ്രമ്മിൽ നട്ടവരാണെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് എടുക്കുക. ആ തൈ ഒന്ന് എടുത്ത് നോക്കുക. എടുക്കുമ്പോൾ ഇതേപോലെ മണ്ണ് കിടക്കുന്നുണ്ടാവും. അതാണ് അതിൻ്റെ പ്രശ്നം, മറ്റു പ്രശ്നങ്ങളൊന്നുമല്ല. പിന്നെ അതിന് കുറേ നമ്മൾ മരുന്ന് അതൊന്നും തെളിച്ചിട്ടൊന്നൊരു കാര്യമില്ല. കുമ്മായിട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റ് മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടൊരു കാര്യമില്ല, അത് വളരില്ല. കാരണം ആ മണ്ണിൽ നിന്ന് വേര് പോകാൻ അതിന് കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു മണ്ണല്ല അത്. അപ്പോൾ ഞാനൊരു ഡ്രം എടുത്തു. അത് പോട്ടി മിക്സ് നന്നായിട്ട് നിറച്ചു. അപ്പോൾ നിറച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് മണ്ണ് താഴ്ന്നു പോവും. പിന്നെ ബാക്കി കുറച്ചും കൂടി മണ്ണിട്ടു. നടുക്ക് ചെറിയൊരു കുഴി എടുത്തിട്ട് ഇനി അതിൽ നടട്ടെ. പിന്നെ ഞാനിതിന് അടിയിൽ ഹോൾസ് ഇട്ടിട്ടില്ല, സൈഡിലെ ഹോൾസ് ഇട്ട്. കണ്ടോ, ഇത് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നട്ടിട്ട് പിന്നെയും ഒരു 2 ആഴ്ച തണലത്ത് വെച്ചു. എന്നിട്ട് അതിൽ നാമ്പുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് മാറ്റി വെയിലത്തേക്ക് വെച്ചത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിരുന്നു, അതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്തിരുന്നു. ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്ന കമ്പുകൾ മുറിച്ച് കൊടുത്തിരുന്നു, പുതിയ കമ്പുകൾ അതിലുണ്ടായിട്ടില്ല. ഒക്കെ ഒന്ന് കട്ട് ചെയ്തു. കണ്ടോ, ഈ ഒരു ഇലൻ്റെ കളർ കണ്ടോ, ഈ ഒരു കളറിലാണ് അതങ്ങനെ കിടന്നത് 8 മാസം, ഒരു വളർച്ചയില്ലാതെ. അപ്പോൾ പുതിയ നാമ്പുകളും തൂമ്പുകളൊക്കെ വരുന്നുണ്ട്. ഞാനത് ഡ്രമ്മിലിട്ടു. ഞാൻ അതൊന്ന് പിടിക്കട്ടെ എന്ന് കരുതിയിട്ടിട്ടതാണ്. അപ്പോൾ പിടിച്ചു. ഇപ്പോൾ ഇന്നത്തെ റിസൾട്ടാണിത്. കണ്ടോ, പുതിയ ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ 2 പഴങ്ങളുണ്ടായിട്ടുണ്ട്. ആ പഴം ഇത് ചെടി ഒരു ഹെൽത്തി അല്ല, ഒരു നല്ല വളർച്ചയൊക്കെ എത്തിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ആ പഴം അവിടെ വന്നതല്ലേ, അപ്പോൾ അവിടെ കിടക്കട്ടെ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് റെഡിയാവും. ആയതുകൊണ്ട് കുറച്ച് വളങ്ങളും മറ്റു മറിച്ചൊന്നും കൊടുത്തിട്ടില്ല. കണ്ടോ, 2 പഴങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. തായ് പിങ്കാണ്.
ഇത് ഫൈനലാണ്. ഇപ്പം ഇന്നെടുത്ത വീഡിയോ ആണ്. അവിടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ അലമ്പാണ്. ഓടും മരങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് വേനൽ കഴിഞ്ഞു, മെയ് മാസമായി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ജൂൺ ആകുമ്പോഴേക്ക് അത് ടെറസിൻ്റെ മേലെ കയറ്റണം. അപ്പോൾ ഇനി അവൻ